21 വർഷമായി ആദിവാസി വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ബസ് ഓടിക്കുകയാണ് വയനാട് ചേകാടി സ്വദേശി ബേബി. ആനയും കടുവയും അടക്കം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാട്ടിലൂടെ 40-ലധികം വിദ്യാർത്ഥികളെയാണ് മുടക്കമില്ലാതെ സ്കൂളിൽ എത്തിക്കുന്നത്. ക്ലാസ്സിൽ പോകാൻ മടിക്കുന്നവരെ വീട്ടിൽ ചെന്ന് കൂട്ടുന്ന ബേബി കുട്ടികളുടെ സ്വന്തം ബേബി ചേട്ടനാണ്. കാട്ടിലൂടെയുള്ള ബേബിച്ചേട്ടൻ്റെ യാത്ര ആരംഭിച്ചിട്ട് 21 വർഷമായി. പഠനം മുടങ്ങിയേക്കാവുന്ന ചേക്കാടിയിലെ ആദിവാസി കുട്ടികൾക്കായാണ് പ്രതിദിനമുള്ള ഈ യാത്ര. കാടും ദുർഘടമായ പാതയും താണ്ടി കുട്ടികളെ തേടി ബേബിച്ചേട്ടനെത്തും. കുട്ടികൾ വന്നില്ലെങ്കിൽ തിരിഞ്ഞ് ഊരിലേക്കും പോകും. കുറച്ച് പിള്ളേർ കുറവാണല്ലോ, എല്ലാം മടിച്ചിരിക്കുക. ഇങ്ങോട്ട് വാ. വെളിയമ്പം ദേവിവിലാസം VHSലെ വിദ്യാർത്ഥികളാണ് ബേബിച്ചേട്ടൻ്റെ ബസ്സിലെ യാത്രക്കാർ. പല കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ പോകാൻ മടിച്ചു നിൽക്കുന്നവരെ കൂടെ കൂട്ടാൻ ചില സൂത്രപ്പണികളും ബേബിച്ചേട്ടന് വശമുണ്ട്. എന്നോട് പറയും ഞങ്ങൾ ഇന്ന് വരുന്നില്ല, മഴയാണ്, അല്ലെങ്കിൽ ആനയാ പറഞ്ഞ് മാറും. അപ്പം ഞാൻ നിർബന്ധം പറയും, വാടവേ നിങ്ങൾക്ക് മിഠായി മേടിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ലഡു മേടിച്ച് എന്തിലൊക്കെ പറഞ്ഞ് സോപ്പടിച്ചാണല്ലോ നമ്മൾ കൊണ്ടുവരാം പിള്ളേരെ. അത് വാങ്ങി കൊടുക്കുകയും ചെയ്യും ഞാൻ കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. അത് കാരണം കുട്ടികൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ബേബിച്ചേട്ടാന്ന് പറഞ്ഞ് ഓടി വരും അവർ എൻ്റെ അടുത്ത്. 2004-ലാണ് ബേബിച്ചേട്ടൻ്റെ സ്കൂൾ ബസ് ഓടിത്തുടങ്ങിയത്. 2000 രൂപയായിരുന്നു അന്നത്തെ ശമ്പളം. ഇന്നത് 14,000 ആയിട്ടുള്ളൂ. എങ്കിലും ബേബിച്ചേട്ടൻ ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ ഈ മക്കളായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക്. പിന്നെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ എന്ത് തൊഴിലിന് പോയിക്കോട്ടെ, അതിലെല്ലാം ഉപരിയായിട്ട് ഈ മക്കളായിട്ട് പോകുന്ന സന്തോഷം ഒരു ജോലിക്ക് കിട്ടില്ല. എപ്പോഴും ഹാപ്പി ആയിരിക്കും പിള്ളേരുമായിട്ട്. മക്കളെ എന്നൊന്ന് വിളിച്ചാൽ എന്തോ കണ്ടോ കേട്ടാന്ന് വിളിയൊക്കെ വരും. 70 കിലോമീറ്ററോളം ദൂരം രാവിലെയും വൈകിട്ടുമായി ബസ് ഓടിക്കും. ഇതിൽ 10 കിലോമീറ്റർ കാടാണ്. ആനയും മറ്റു വന്യമൃഗങ്ങളും ഇറങ്ങുന്ന വഴിയിലൂടെയാണ് ബസ് ഓടിച്ചു പോകേണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് മറ്റൊരു വെല്ലുവിളി. മൊത്തം വനാണ് ഇപ്പോൾ അത്. മറ്റേ ഈ സാധാരണ ആന കാണുന്നത് അവിടെയൊക്കെ ഇന്ന് കണ്ടില്ല ആനനെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതാ റോഡ് വീതിയില്ലാത്ത കാരണം, റോഡ് പൊളിഞ്ഞു കിടക്കുന്നതായിരുന്നു. നമുക്ക് വണ്ടിക്ക് മഴക്കാലത്ത് വണ്ടി ഇറക്കാൻ പറ്റാത്ത സ്ഥലമാണ്. വണ്ടി ഇറക്കിയാൽ വണ്ടി കയറില്ല. പിന്നെ അവിടെ കിടന്ന് നമ്മൾ ആളെ വിളിച്ച് വലിച്ചു കയറണം, കയറൊക്കെ കെട്ടി വലിച്ചു കയറണം. ഈ റോഡേ വീതിയില്ലല്ലോ. രാവിലെ 9:15 സ്കൂളിലെത്തിക്കുന്ന കുട്ടികളെ വൈകിട്ട് 5 മണിയോടെ തിരിച്ച് ഊരിലെത്തിക്കും. ബസ് ഓടിക്കുന്നതിനിടെ മറ്റു ജോലിക്ക് സമയം കിട്ടാറില്ലെങ്കിലും ഒരു പറ്റം കുഞ്ഞുങ്ങളുടെ പഠനം മുടക്കമില്ലാതെ നടക്കുന്നെന്ന സംതൃപ്തിയാണ് ബേബിച്ചേട്ടന് ഈ ജോലിയിൽ തുടരാനുള്ള കരുത്ത്. കുട്ടികളെയും കൂട്ടിയുള്ള ബേബിച്ചേട്ടന്റെ യാത്ര തുടരുകയാണ്. 21 വർഷങ്ങൾക്കിപ്പുറവും അത് മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.